പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിയിലേക്ക് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം കഴിഞ്ഞ 2 ദിവസക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ച കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വരികയും ശക്തമായ ദൈവ തിരുവചനം ഈ ദേശത്തോട് അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയ വക്കച്ചൻ പാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിൽ ആയിരിക്കുന്ന പാസ്റ്റർ ബേബി ജോൺ, ചർച്ചക്കോട് കോതമംഗലം സെൻട്രൽ മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ വർഗീസ് ഈപ്പൻ അവർകൾ, അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ ആലപിച്ച പാസ്റ്റർ സാം തോമസ്, പാസ്റ്റർ ജോസ് പോത്താനിക്കാട്, മറ്റുള്ള സഹോദരങ്ങൾ, മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ച ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ജേക്കബ് സാറ്, പ്രിയ ആൻറ്റി, സഹോദരങ്ങൾ, ആ കുടുംബത്തിനും നന്ദിയെ അറിയിക്കുന്നു. ഈ മീറ്റിംഗ് മുഖാന്തരം ഈ ദേശത്ത് അനുഗ്രഹമായി തീരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും ചിലരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. വേഗത്തിൽ സമയങ്ങളെ കളയാതെ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, അതിൻ്റെ 2-ാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ തിരുവചനം ഈ ദേശത്തോട് പ്രഖ്യാപിക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ ഒരു പുതിയ രൂപാന്തരം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർ കർത്താവിനെ കണ്ടുമുട്ടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഈ ദേശത്തോട് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സുവിശേഷത്തെ പ്രഖ്യാപിക്കാം. അധരങ്ങളെ തുറന്നാട്ടെ. അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ രക്തത്താൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അധരങ്ങളെ തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഈ ദേശത്തോട് സുവിശേഷം പങ്കുവെക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വായിച്ച വേദഭാഗത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. വചനത്തെ വിഭാഗിച്ച് നൽകി തരുമാറാകണം. കർത്താവ് വ്യാഖ്യാനിക്കുവാൻ
എളിയവനെ ബലപ്പെടുത്തണം, നാവിനെ ശുദ്ധീകരിക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടയാധിപത്യങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കാൽ കീഴാക്കുന്നു. മഹത്വം തിരുമേനിയെടുക്കും യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യോഹന്നാൻ. ക്രിസ്തുവിൻ്റെ ഇന്നർ സർക്കിളിൽ 3 പേരാ. 1 പത്രോസ്, 2 യോഹന്നാൻ, 3 യാക്കോബ്. യോഹന്നാൻ പുതിയ നിയമം പഠിക്കുമ്പോൾ യോഹന്നാനെ പഠിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൻ്റെ 3 മേഖലകളിൽ വിശുദ്ധ യോഹന്നാൻ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ, അതുപോലെ തന്നെ ലേഖനങ്ങളിൽ, ഏകപ്രവചനമായ വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന് കിടന്ന ഒരു ശിഷ്യനാ യോഹന്നാൻ. വേദപണ്ഡിതമതം അഭിപ്രായപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ ഇളയ സഹോദരി ശലോമയുടെ മകനായിരുന്നു യോഹന്നാൻ എന്ന പാരമ്പര്യം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് അനുജൻ ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന് ആ സ്നേഹം പങ്കിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ 4 ഘട്ടം യോഹന്നാനുണ്ട്. ഒന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭങ്ങളിൽ താൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് സ്നാപകനെ വിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെയുള്ള യാത്ര. അതിനുശേഷം 70 വർഷത്തെ അപ്പോസ്തലത്വം. AD 30 മുതൽ 100 വരെ ദൈവശാസ്ത്ര നവോമണ്ഡലത്തിൽ ക്രിസ്തു സഭാ ചരിത്രത്തിൽ യോഹന്നാൻ ആദിമകാലങ്ങളിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. കരുത്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ എഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് തൻ്റെ വിഷയം. വളരെ ശാന്തമായി ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഈ ദേശത്തോട് സുവിശേഷം പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ ദൈവസന്നിധിയിൽ ആയിരിക്കണം. ഇതൊരു സുവിശേഷ യോഗമാ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നാം ഒരുമിച്ച് ഈ ദേശത്തോട് സുവിശേഷം പറയാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എതിർക്കുന്ന ഒരു കൂട്ടം പാഷാണ്ഡ മതക്കാർ ഉയർന്നു വന്നു. യേശു ദൈവമല്ല, കേവലം മനുഷ്യൻ മാത്രമാ. ഇനി മനുഷ്യനാ, ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജ്ഞാനമതക്കാരുടെ യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യോഹന്നാൻ തൻ്റെ തൂലികകൾ ചലിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വിളിച്ചു പറയാൻ കഴിയും, യേശു പൂർണ്ണ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ദൈവമാ.
വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് സമ്മതിക്കുന്നു, യേശു ക്രിസ്തു ദൈവമാണ്. ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ദൈവമാണ്. എന്നാൽ ഈ ദൈവത്വം മാറ്റിവെച്ച് ലോകത്തിലേക്ക് വന്നതാ. ഫിലിപ്പ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവരോട് വചനത്തിൻ്റെ മറുപടി, യേശു കർത്താവ് ദൈവമാ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം നാം പഠിച്ചു വരുമ്പോൾ കെനോസിസ് തിയറി എന്ന് പറയുന്നത് സ്വയം ശൂന്യമാക്കൽ. ക്രിസ്തു സ്വയം ശൂന്യമാക്കി. എന്തിനു വേണ്ടിയാ? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ദൈവരൂപത്തിലായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും അവൻ പാപത്തിൽ നിന്ന് വിമുക്തി നൽകി ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് വചനത്തിന്റെ മറുപടി ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, എൻ്റെ കർത്താവ് ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും വചനം വിളിച്ചു പറയുന്നത് സത്യദൈവം, നിത്യജീവൻ. ആരാ? ക്രിസ്തു. യേശു ക്രിസ്തു സത്യദൈവമാ, നിത്യജീവന. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, സത്യദൈവമായ ക്രിസ്തുവിൽ കൂടെയല്ലാതെ നിത്യജീവൻ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അവൻ കറുകടത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിത്യജീവൻ വേണമെങ്കിൽ ഒറ്റ നാമമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസറേയനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ വിശുദ്ധ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, അവൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെയല്ലാതെ ആർക്കും നിത്യതയുടെ കവാടത്തിന്റെ അരികിലേക്ക് ചെന്നെത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. കറുകണം ദേശമേ, ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, നിത്യത ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെയല്ലാതെ ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ദൈവമാ, സത്യദൈവവും നിത്യജീവനും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ, യേശു ആമേൻ ദൈവത്തിൻ്റെ പ്രതിമ. അവൻ ദൈവത്തിൻ്റെ പ്രതിമ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ വിളിച്ചു പറയട്ടെ, സുവിശേഷങ്ങളിൽ കാണുന്ന ക്രിസ്തുവിനെ അല്ല നമ്മൾ ലേഖനങ്ങളിൽ കാണുന്നത്. സുവിശേഷങ്ങളിൽ സാധാരണക്കാരുടെ കൂടെ നടക്കുന്ന, ആമേൻ, രോഗികളെ സൗഖ്യമാക്കുന്ന, കണ്ണീരണയുന്നവരുടെ കണ്ണീരൊപ്പുന്ന ക്രിസ്തു. എന്നാൽ ഇന്ന് രാത്രി ലേഖനത്തിൽ കാണുന്ന ക്രിസ്തു സർവത്തിനും മീതെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. സർവത്തിനും മീതെ ദൈവമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, യേശു ദൈവമാ. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയാ, അവൻ ദൈവത്തിൻ്റെ പ്രതിമ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രതിമ യേശു ക്രിസ്തു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവാ. സ്തോത്രം. അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞ, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാണണമെങ്കിൽ
യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, അവൻ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിമ, ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പ്രതിമ ഉണ്ടാക്കല്ലെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രതിമ ഉണ്ടാക്കല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാ. എന്താ? ദൈവത്തിൻ്റെ പ്രതിമ യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിച്ചു പറയുന്നത്, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നവോത്ഥാന നായകനായ മോശയ്ക്ക് ഒരിക്കലൊരാഗ്രഹം, ദൈവത്തെ കാണണമെന്ന്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്ര കരുത്തുറ്റ ഒരു നവോത്ഥാന നേതാവില്ല മോശയെപ്പോലെ. പ്രൈസ് ദി ലോർഡ്. 40 ദിവസമൊക്കെ ആഹാരം വെള്ളവും കുടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അത്ര കരുത്തുറ്റ നേതാവാണ് മോശ. മോശയ്ക്കൊരാഗ്രഹം, ദൈവത്തെ കാണണം. കർത്താവ് പറഞ്ഞു നടക്കില്ല, പിതാവിനെ കാണാൻ കഴിയത്തില്ല. വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. മോശയോട് പറഞ്ഞു, നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല. ഒരു കാര്യം ചെയ്, ഞാൻ എൻ്റെ തേജസ് പോകുമ്പോൾ നീ ആ പാറയുടെ പിളർപ്പിലേക്കൊന്ന് കയറിയിരുന്നു. ആ തേജസ്സിൻ്റെ ഒരു ഭാഗം കാണാം. അർത്ഥം അഘോര എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിനക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ദൈവത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല. ദൈവത്തെ കാണണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും കാണാൻ കഴിയത്തില്ല. എന്താ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? അർത്ഥം പറയാം. ഒരു ചുഴലിക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ചുഴലിക്കാറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാ ആഫ്റ്റർ എഫക്റ്റ്. പ്രൈസ് ദി ലോർഡ്. മോശയോട് പറഞ്ഞു, നിനക്കെന്നെ കാണാൻ കഴിയത്തില്ല, ഞാൻ പോയി കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാണാം. പ്രൈസ് ദി ലോർഡ്. ഇനി 2, എന്താ ദൈവത്തെ കാണാൻ കഴിയത്തില്ലെന്ന് പറയാൻ കാരണം? അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, അദൃശ്യനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് പോലും അടുക്കുവാൻ കഴിയാത്ത വിധം വെളിച്ചത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ പ്രതിഭ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. അപ്പോൾ മോശ പറഞ്ഞു, ദൈവത്തെ കാണാൻ കഴിയത്തില്ല. യോഹന്നാൻ പറഞ്ഞു, പിതാവായ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഇനിയും പുതിയ നിയമത്തിൽ ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ക്രിസ്തീയ സഭ വളരെ ആദരിക്കുന്ന മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹ പറയുക, അക്ഷയനായ ദൈവം, അദൃശ്യനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ പന്തലിരിക്കുന്ന ദൈവജനത്തോട് ഒരു കാര്യം വിളിച്ചു പറയാം. ആമേൻ. പിതാവായ ദൈവത്തെ നാം കാണുന്നത് ആമേൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ക്രിസ്തുവിൽ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാണുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആമേൻ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ കഴിയത്തില്ലെന്നേ. അതുകൊണ്ട് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്ന് ആമേൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായം
5-ാമത്തെ വേദഭാഗം പഠിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ സകലത്തിനും മീതെ ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശു സകലത്തിനും മീതെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് സകലത്തിലും മീതെ എന്ന് പറഞ്ഞാൽ ഈ പരത്തിനു മീതെ പരബ്രഹ്മ പൊരുളായിരിക്കുന്ന ഒരുവനെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധനായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവരൂപത്തിലായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തത് എന്തിനെന്നറിയാമോ? നമ്മെ ഇതിനകത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാ. നിത്യത നമുക്ക് വാഗ്ദത്തം നൽകി തരാൻ വേണ്ടിയാ. അവൻ നിത്യജീവൻ നമുക്ക് അവകാശമാക്കി തരാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങിയാട്ടെ. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തെ ഇന്ന് രാത്രി ഉയർത്തുവാൻ, ഇന്ന് രാത്രി ഈ ദേശത്ത് പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധനായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് പറയാ, അവൻ സകലത്തിനും മീതെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം പഠിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആരില്ല? ക്രിസ്തുവിന. സ്തോത്രം. അപ്പം ദൈവത്തെ തേടി യാത്രയൊന്നും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ തേടി യാത്രയൊന്നും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശു ക്രിസ്തുവില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാൻ ആമേൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ആമേൻ. ഇതിനകത്തിരിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഇഹലോകത്തിൽ എൻ്റെ ദൈവം ഒരു ഭാഗ്യം നൽകി തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഉയർത്തുകയാ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്വത്തെയാണ് 1-ാം നൂറ്റാണ്ടിൽ ചോദ്യം ചെയ്തത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നോസ്റ്റിക്വാദികൾ, പാഷാണ്ഡ മതങ്ങളൊക്കെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിനുവേണ്ടി നഖശികാന്തം വിശുദ്ധ യോഹന്നാനും പൗലോസുമൊക്കെ തൂലിക ചലിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയാം, ഇന്നും അതൊന്നും തീർന്നു പോയിട്ടില്ല. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി പേർ നമ്മുടെ ഇടയിലുമുണ്ട്. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശു ക്രിസ്തുവില. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഈ വചനത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 47-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, 1-ാം മനുഷ്യൻ ആദാം. ആദാം ആരാ? ദൈവത്തിൻ്റെ മകനാ. ഒറിജിൻ ഓഫ് മാൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് പരിശുദ്ധനായ ദൈവം നിർമ്മിച്ചിട്ട്, അവൻ്റെ മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ആത്മാവിനെ ഊതുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു ഘടകമാണ്. ഇന്ന് രാത്രി അവൻ പൂഴിയെ ജീവനുള്ളതാക്കി തീർത്തത് എൻ്റെ ദൈവത്തിൻ്റെ ശ്വാസമാ, ആത്മാവാ. അതാ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അതിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുന്നുവെന്ന് ആമേൻ ശലോമോൻ വിളിച്ചു പറഞ്ഞത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, 1-ാം മനുഷ്യൻ ആദാം. ആദാം മണ്ണിൽ നിന്നുള്ളവൻ.
ഈ മണ്ണിൽ നിന്നെടുത്തതാ, മണ്ണിന്റെ ഘടകമാ. ആദാമിന് മുഴുവൻ മണ്ണിന്റെ ഘടകം. രണ്ടാം മനുഷ്യൻ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ, സ്വർഗീയൻ. ഒന്നാം മനുഷ്യൻ ആദാം മണ്ണിൽ നിന്നുള്ളവൻ, മണ്ണിന്റെ മണമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. മണ്ണിന്റെ മണമുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, സ്വർഗീയൻ. ഇന്ന് രാത്രി കേൾക്കണം, മണ്ണിന്റെ മണമില്ലാത്ത സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പത്തെ ഇന്ന് രാത്രി ഉയർത്തുവാൻ ആമേൻ ഭാഗ്യം നൽകി തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അടിവരയിട്ട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ കഴിയും, യേശു ദൈവമാ. ആ മഹാദൈവത്തിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തെ സുവിശേഷത്തെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധനായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു ദൈവം. പ്രൈസ് ഗോഡ്. യാതൊരു സംശയമില്ല. ക്രിസ്തു മനുഷ്യനാണോ? മനുഷ്യനാ. മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സമ്മേളിച്ചിരിക്കുന്ന ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. തിയോളജിയിൽ അതിന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുന്നത്. ദൈവത്വ മനുഷ്യത്വ സമ്മേളനം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ വിളിച്ചു പറയട്ടെ, നാം ഇവിടെ ഇരിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? എൻ്റെ കർത്താവ് ദൈവത്തിൻ്റെ സ്വരൂപം ഒന്ന് മാറ്റിവെച്ചതാണ്, ദൈവത്വം ഒന്ന് മാറ്റിവെച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് വരികയാണ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ദൈവമെന്ന് ഒരിക്കൽ കൂടെ ഈ ദേശത്തോട് പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധനായ ദൈവം നൽകിത്തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തു ദൈവമാ. ക്രിസ്റ്റോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രിസ്തു ശാസ്ത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ബർത്ത, ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജനനമാണ് ക്രിസ്റ്റോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ക്രിസ്തു എവിടെയായിരുന്നു? അപ്പോഴാണ് പൂർവകാല നിത്യതയ്ക്ക് വേണ്ടി, പൂർവകാല നിത്യത എന്നൊക്കെ പറയുമ്പോൾ നിത്യത ഒന്നേ ഉള്ളൂ. നിത്യതയിൽ നിന്ന് കറങ്ങി വന്ന് നമ്മൾ നിത്യതയിലേക്ക് വന്ന് ചേർന്നു. പിന്നെ പഠനത്തിന് വേണ്ടി പൂർവകാല നിത്യതയെന്നും ഭാവികാല നിത്യതയെന്നും ഒക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിത്യത ഒന്ന് മാത്രമേ ഉള്ളൂ. ആ നിത്യത എന്നാരംഭിച്ചു അതിനകത്ത് തന്നെ വന്ന് നമ്മൾ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പൂർവ നിത്യത, അവൻ ക്രിസ്തു സ്വയം സ്ഥിതനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ എവിടെയായിരുന്നു? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം പഠിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെയായിരുന്നു യേശു. ഇന്ന് രാത്രി കറുകടം ദേശത്തോട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്നാപകൻ, ക്രിസ്തുവിനേക്കാൾ 6 മാസം മുൻപ് ജനിച്ച സ്നാപകൻ വിളിച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അവൻ എനിക്ക് മുൻപേ ഉള്ളവനാ. പ്രൈസ് ദി ലോർഡ്. മീഖ പറയുന്നു, മീഖ 5:2 വിളിച്ചു പറയുന്നു, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അങ്ങനെയെങ്കിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാ. എന്തുകൊണ്ട് ഈ ലോകത്തിൽ ജനിച്ചു? മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താണലോകത്തിലേക്ക് താഴ്ചയുള്ള ശരീരം ധരിച്ച് യേശു കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. സ്നാപകൻ പറയുന്നു, എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ സ്വകാര്യ അഹങ്കാരമാ അബ്രഹാം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് കയ്യനൊന്നും ആദാമൊന്നും വിഷയമല്ല. ആദാമും ഹവ്വയും നോഹയും ഒന്നുമല്ല അവർക്ക് വിഷയം. അവരുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അവർ അബ്രഹാം എന്ന് പറയും.
അവരുടെ പിതാവ് ആര്? അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ആ ഇസ്രായേൽ ജനത്തിനോട് യേശു കർത്താവ് പറയുക, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പൂർവകാല നിത്യതയ്ക്കകത്ത് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഈ ലോകത്തെ ഉളവാക്കുന്നതിന് മുമ്പ് നിത്യതയ്ക്കകത്ത് ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൂടെ ഉയർത്തുവാൻ പരിശുദ്ധനായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഞങ്ങൾ ഉയർത്തുന്ന യേശു കേവലം ഒരു ഗുരുവല്ല. ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തു കേവലം ഒരു സൗഖ്യദായകൻ മാത്രമല്ല. ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തു അവൻ കേവലം മനുഷ്യരോട് കൂടെ നടന്നവൻ മാത്രമല്ല. അവൻ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തു ദൈവമായിരുന്നു. ദൈവത്തോട് കൂടെ ആമേൻ ഇരുന്നവനായിരുന്നു. ഈ സൃഷ്ടിയിൽ പങ്കാളിയായിരുന്നു. ആദിയും അവസാനവും ഇല്ലാത്തവനായിരുന്നു. ആ ദൈവത്തെ ഉയർത്തുവാൻ, പ്രൈസ് ഗോഡ്, സ്തോത്രം, ആ കർത്താവിനെ ഉയർത്തുവാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അതിനപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. സ്തോത്രം. യേശുവിനെ ഉയർത്തുവാൻ ഈ ലോകത്തിൽ കിട്ടുന്ന ഭാഗ്യം മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിൻ്റെ മധ്യസ്ഥനെ ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് ഉയർത്തുവാൻ കർത്താവ് ഭാഗ്യം തന്നതോർത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ വേഗത്തിൽ വായിച്ച വേദഭാഗത്തിലേക്ക് വരികയാണ്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശു ദൈവമാ, ക്രിസ്തുവിൻ്റെ പൂർവ്വനിത്യതയും നമുക്ക് ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവം ആത്മാവാണ്. വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവായ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. അതിന് ദൈവത്തിനൊരു ജഡം ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു ജഡം ആവശ്യമായിരുന്നു. അതുകൊണ്ട് യേശു മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത്. എന്തിനാ ദൈവം മനുഷ്യത്വം സ്വീകരിച്ചത്? ഉത്തരം എബ്രായ ലേഖനകാരൻ 2-ാം അധ്യായമാണ് വിളിച്ചു പറയുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ വിളിച്ചു പറയട്ടെ, യേശു മനുഷ്യത്വം സ്വീകരിച്ചു. എന്താ ദൂതനാകാഞ്ഞത്? മനുഷ്യനേക്കാൾ അല്പം കൂടെ വിലയുണ്ടായിരുന്നല്ലോ ദൂതന്, ശക്തി ഉണ്ടായിരുന്നല്ലോ ദൂതന്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൂതന് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. ദൂതന് മരണമില്ല. ആമേൻ. മനുഷ്യന് മാത്രമേ ഉള്ളൂ മരണം. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ചത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി യേശു കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ചു. ആമേൻ. ആത്മാവായ ദൈവത്തിന് മനുഷ്യന് വേണ്ടി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, മനുഷ്യത്വം സ്വീകരിക്കാതെ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആമേൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ കഴിയും, ദൈവവചനത്തിന് മാംസ രക്തം ഇല്ല, അതിനാൽ ജഡരക്തമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന്റെ രക്തം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിച്ചു വരുമ്പോൾ മനുഷ്യന്റെ രക്തം മലീമസമ,
അത് ഏക മനുഷ്യന്റെ പാപം മൂലം മാനവ മനുഷ്യന്റെ രക്തം മുഴുവൻ അവൻ മലീമസമായി തീർന്നു. എന്നാൽ ക്രിസ്തുവിന്റെ രക്തം, പാപമില്ലാത്തവനാണ് ക്രിസ്തു. അതിലേക്ക് ഞാൻ വരാം. പാപമില്ലാത്ത ക്രിസ്തു, അത് മലിനമില്ലാത്ത രക്തമാ. പ്രൈസ് ദി ലോർഡ്. കാരണം ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല. ഈ ലോകത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും പാപത്തിന്റെ പ്രകൃതിയാ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ പ്രകൃതിയായിരിക്കുന്ന മാനവ മനുഷ്യനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. സമയം വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോകുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവജനമായിരിക്കുക. ഇന്ന് രാത്രിയത്തെ ഈ പ്രഭാഷണം ഈ ദേശത്തൊരു വിടുതലായി തീരേണ്ടതിന് വേണ്ടി, ചിലരുടെ ഹൃദയം രൂപാന്തരത്തിലേക്ക് വരുവാൻ, ചിലർ മാനസാന്തരത്തിലേക്ക് വരുവാൻ, ചിലർ സഭയ്ക്കകത്തളത്തിലേക്ക് വരുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. അവർ എന്ത് ചെയ്തു? പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറാം. എന്താ ദൂത്? അവർ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, എന്താ അവിടെ സംഭവിച്ചത്? പലരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ സഭയ്ക്കകത്ത് കയറേണ്ട നിരവധി പേര് എവിടെ കിടക്കുന്നെന്നറിയാമോ? അവൻ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കിടക്കുകയാ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ആരാധനയും പ്രാർത്ഥനയും അവൻ പാട്ടും ഉയരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കാരാഗ്രഹത്തിനകത്തളത്തിൽ കിടക്കുന്ന അവൻ ചിലതിനെ പൊക്കിയെടുക്കാനാ ദൈവം ഈ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാധിച്ചു തുടങ്ങിയാട്ടെ. അവൻ ചില ബന്ധനങ്ങൾ ചിലരുടെ അഴിയട്ടെ, ചിലരുടെ സഭയ്ക്കകത്ത് കൊണ്ടുവരട്ടെ. അവൻ ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധനായ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ കർത്താവ് ഇന്ന് രാത്രി ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെയല്ല ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പരിശുദ്ധനായ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ആരുടെ ദൗത്യമെന്നറിയാമോ? പിതാവിൻ്റെ ദൗത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, പിതാവ് തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ തമ്പുരാൻ അവൻ്റെ ശിഷ്യന്മാരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഗ്രേറ്റ് കമ്മീഷൻ പഠിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 19 മുതൽ 20 വരെയുള്ള വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8 5 വാക്യങ്ങൾ പഠിക്കണം. ദൗത്യം നമ്മുടെ തലമേൽ കിടക്കുകയാ. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഈ സുവിശേഷ യോഗത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് പിതാവിൻ്റെ ദൗത്യമാ. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ ദൗത്യത്തിൻ്റെ അകത്തെ പങ്കാളികളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായ ദൈവം ഈ ലോകത്തിലേക്ക് അവതരിച്ചു. ക്രിസ്തു സാധാരണ മനുഷ്യനെ പോലെ ജനിച്ചു, സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചു. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ അവസാനം കാൽവറിയിൽ പ്രായശ്ചിത്ത ബലിയായി തീർന്നു. മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു നമുക്ക് പകരം മരിച്ചു. അതാ അറ്റോണിമെന്റ് എന്ന് പറയുന്നത്. പ്രായശ്ചിത്ത ബലിയായി തീർന്നു ക്രിസ്തു, നമുക്ക് പകരം മരിച്ചു. എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്താ സാധിച്ചത്? ആമേൻ. ചുരുക്കം ചില നിമിഷങ്ങളിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാനവ മനുഷ്യന് നിരപ്പ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അവൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാനവ മനുഷ്യന് ദൈവത്തോട് നിരപ്പ് ലഭിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം അതിൻ്റെ 26ഉം 28ഉം വേദഭാഗം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു.
മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനോട് പറഞ്ഞ കാര്യം എന്തുവാ? ആകാശത്തിലെ പറവകളുടെ മേൽ, ഭൂമിയിലെ സകല ജന്തുക്കളുടെ മേൽ, അതുപോലെ തന്നെ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേൽ വാഴട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് പരിശുദ്ധനായ ദൈവം അതിനെ വാഴുവാൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ആദാം വാസ് കിങ്. ആദാം രാജാവായിരുന്നു. ഹി വാസ് റൂളർ. ആദാം രാജാവായിരുന്നു. അതാ ഒന്നാമത്തെ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഭൂതകാല ദൈവരാജ്യം എന്ന് പറയുന്നത് ഏദൻ പറുദീസയ. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയാം, ഭൂതകാല ദൈവരാജ്യത്തിൽ ദൈവത്തോട് കൂടെ വസിച്ച മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അകന്നു. അവനെ തോട്ടം കാപ്പാൻ സകലതും അവന്റെ മേൽ കർത്താവ് അധികാരം കൊടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, അധികാരം കൊടുത്ത് രാജാവായി പ്രഖ്യാപിച്ചു. എന്നാൽ എന്താ ചെയ്തത്? ആദാമും ഹവ്വായും അവർ പാപം ചെയ്തു. സ്തോത്രം. ഒരു ദിവസം രാത്രി, ഒരു അതിശയോക്തിയാകട്ടോ, ദുർവ്യാഖ്യാനം കൊടുത്ത് ചെയ്യില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവരെ വഞ്ചിക്കേണ്ടതിന് വേണ്ടി ആര് വന്നു? പഴയ പാമ്പ് വന്ന് ഹവ്വാമ്പച്ചിയെ വഞ്ചിക്കുവാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഹവ്വയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഹവ്വയോട് ചോദിച്ചു, നിങ്ങളോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞോ? ഇങ്ങനെ പറഞ്ഞു. പ്രിയമുള്ളവരെ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ പാമ്പ് സംസാരിച്ചു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. നാളെ രാവിലെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട്, നമ്മുടെ കടകയിൽ ഒരു പാമ്പ് വന്നിട്ട് എന്നെ കൊണ്ട് വിശേഷം, എവിടോട്ട് പോവുകയാണ്, മൂവാറ്റുപുഴ വരെ പോകാം, ചായ കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി, വിവരം നമ്മൾ അറിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാളെ രാവിലെ നമ്മുടെ വീടിൻ്റെ ഡോറിൽ ഒരു കൊട്ടൽ കേട്ടിട്ട് നമ്മൾ ആ ഡോറ് തുറക്കുമ്പോൾ ഒരു പാമ്പ് നിന്ന് സംസാരിക്കുക, എന്നാ കൊണ്ട് വിശേഷം, മൂവാറ്റുപുഴ വരെ പോയിട്ട് വരാം, ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നൊരു പാമ്പ് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും അവൻ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏദൻ പറുദീസയ്ക്കകത്ത് പാമ്പ് സംസാരിക്കുകയാ, അവരെ വഞ്ചിച്ചു. അങ്ങനെയെങ്കിൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യന് സംഭവിച്ചത് ദൈവത്തോടുള്ള അകൽച്ച, തേജസ് നഷ്ടപ്പെട്ടു, പാപം ചെയ്തു, പറുദീസ നഷ്ടപ്പെട്ടു, ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെട്ടു, പറുദീസയ്ക്കകത്ത് നിന്ന് പുറത്തായി. പ്രൈസ് ദി ലോർഡ്. പറുദീസയ്ക്കകത്ത് നിന്ന് പുറത്തായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവം പിന്നെയും തൻ്റെ പുത്രനെ അയച്ച് കാൽവറിയിൽ യാഗമാക്കി തീർത്ത് ഒരു നിരപ്പ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പാപം സംബന്ധിച്ച് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. സകല മനുഷ്യരും പാപത്തിന്റെ അഗാധത്തിലേക്ക് കണ്ടുപോയപ്പോൾ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ, പരിശുദ്ധനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് കാൽവറിയിൽ പ്രായശ്ചിത്ത ബലിയായി അവന് തിരിച്ച് ഒരു നിരപ്പ് നൽകിക്കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശു കർത്താവ് പാപത്തിൽ നിന്ന് നമുക്കൊരു നിരപ്പ് നൽകി തന്നു. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ പിതാവ് അതിന് മുൻകൈ എടുത്തത്, പുത്രനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ തിരിച്ചു പറുദീസയ്ക്കകത്തലത്തിലേക്ക് കരം പിടിച്ചു കയറ്റുവാൻ എൻ്റെ കർത്താവ് കാൽവറിയിൽ അനുഭവിച്ച പ്രൈസ് യാതനകളെ ഇന്ന് രാത്രി ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഗബ്ബത്ത മുതൽ കാൽവറിയുടെ നെറുക വരെ ആപാദ ചൂടം അടികൊണ്ടവനായ എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളറിയാത്ത, കണ്ടാൽ രൂപഗുണമില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, തകർക്കപ്പെട്ടവനായ ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, നമ്മെ നിറപ്പിക്കുവാൻ കാൽവറിയുടെ കൊലമരത്തിൽ കയറുവാനിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തു അവിടുത്തെ രക്തത്താൽ മാനവ മനുഷ്യന് നൽകിത്തന്ന ഒന്നാമത്തെ കാര്യം നിരപ്പ. പ്രൈസ് ദി ലോർഡ്. റീകൺസിലിയേഷൻ. വേഗത്തിൽ ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം പാപമോചനം. രണ്ട്, മനുഷ്യന് പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനിടയായി തീർന്നു. ആദാമ്യ പാപം മൂലം സകല മനുഷ്യരും പാപത്തിന് അടിമകളായി തീർന്നു. അതാ ദൈവതേജസ് നഷ്ടപ്പെടുത്തി. മനുഷ്യന്റെ പ്രകൃതി എന്താ?
പാപമായി തീർന്നു. അതുമൂലമാണ് അവൻ പറുദീസയിൽ നിന്ന് പുറത്താകുവാനിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാനിടയായി. ആദാമ്യ പാപത്തിൻ്റെ പേയ്മെൻറ്റും കൂടെ കൊടുത്തു. എന്താ പേയ്മെൻറ്റ്? ആദാമ്യ പാപത്തിൻ്റെ പേയ്മെൻറ്റും കൂടെ, അവിടെ ശമ്പളം കൂടെ കൊടുത്തു. എന്താ? മരണമാ, ആത്മിക മരണം. ആദാമ്യ പാപത്തിൻ്റെ ശമ്പളം സകല മനുഷ്യർക്കും മരണം സംഭവിക്കുവാനിടയായി തീർന്നു. ആത്മിക മരണം സംഭവിച്ചു. അപ്പോൾ ആ ആത്മിക മരണം സംഭവിച്ച മനുഷ്യനെ ഉദ്ധരിക്കണം. ആത്മിക മനുഷ്യനെ, ആ മരണം സംഭവിച്ച മനുഷ്യനെ ഉദ്ധരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? മരിച്ചവരായിരുന്നു. ഇന്ന് രാത്രി കറുകടം ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആദാം ദൈവത്തിൻ്റെ മകനാ. ജീനിയോളജി പരിശോധിച്ചാൽ മതി. ഏത് ജീനിയോളജി പരിശോധിച്ചാലും ആദാമിലേ പോയി നിൽക്കത്തുള്ളൂ. ആദാം ദൈവത്തിൻ്റെ മകൻ. അങ്ങനെയെങ്കിൽ ആദാമ്യവർഗം മുഴുവൻ പാപികളാ. ആ പാപത്തിൽ നിന്ന് പരിഹാരം വരണമെങ്കിൽ ക്രിസ്തുവിൽ കൂടെ അല്ലാതെ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ ഒരു മനുഷ്യനും പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം തീണ്ടിട്ടില്ലാത്തവൻ, പ്രൈസ് ദി ലോർഡ്, പാപത്തിന് പരിഹാരം കൊടുക്കണം. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുന്നത്, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പാപമറിയാത്തവൻ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. അവൻ പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാനെ തകർത്ത് കളയുവാൻ മനസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടി? മാനവ സമൂഹത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ, മാനവ സമൂഹത്തിൻ്റെ പാപക്കറ, പാപക്കടം എഴുതിത്തള്ളാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. അങ്ങനെ കഴിയുന്ന ഒരാളെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അതത്രേ ഞങ്ങൾ ഉയർത്തുന്ന നസറായനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യന്റെ പാപം പരിഹരിക്കണമെങ്കിൽ പാപം ചെയ്തിട്ടില്ലാത്ത ആളായിരിക്കണം. മനുഷ്യനാണോ? പാപത്തിന്റെ പ്രകൃതിയാണ്. യേശു പാപം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ 6 പേർ 11 പ്രാവശ്യം പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. കുറ്റമില്ലാത്ത ഒറ്റ രക്തം പോലും ലോകത്തിലില്ല. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രായൻ മാത്രമാ. പാപം തീണ്ടിട്ടില്ലാത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാ ക്രിസ്തുവിൻ്റെ വെർജിൻ ബർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടം. കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുറ്റക്കാരനാക്കാൻ വേണ്ടി സന്നഹദ്രീൻ സംഘം ഉൾപ്പെടെ നടക്കുക. അങ്ങനെയാണ് 7-ാം കൽപ്പന ലംഘിച്ച് ഒരു സ്ത്രീ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരികയാണ്. 7-ാം കൽപ്പന ലംഘിച്ച് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരികയാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്, അവൻ യഹൂദൻ്റെ നിയമ സിദ്ധാന്തം അനുസരിച്ച്, ലീഗലിസം അനുസരിച്ച് അവൾ ശിക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവർ യേശു കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് പരീക്ഷിക്കണം, കർത്താവിൻ്റെ എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു പണി കൊടുക്കണം വേണ്ടിയാണ് ഇവന്മാർ വന്നത്, പരീക്ഷന്മാരും ശാസ്ത്രിമാരും വന്നത്. പ്രൈസ് ദി ലോർഡ്. അവൾ കർത്താവ് ഒരു കാര്യം പറയും, ഇങ്ങനെ കല്ലുമായിട്ട് നിൽക്കുക എറിയാൻ വേണ്ടി, 4 ഇഞ്ച് മിറ്റിലുമായിട്ട് ഇങ്ങനെ എറിഞ്ഞ് ഇപ്പോൾ തലപൊളിക്കുമെന്നും പറഞ്ഞ് പരീശൻ ഉൾപ്പെടെ, ശാസ്ത്രി ഉൾപ്പെടെ, മഹാപുരോഹിതൻ ഉൾപ്പെടെ നിൽക്കുകയായി. ഇപ്പോൾ എറിഞ്ഞ് ഇവളെ കൊല്ലും.
ആമേൻ. നസറത്തിലെ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, അവൻ അടുത്ത നിമിഷം എറിയാൻ വേണ്ടി റെഡിയായി നിൽക്കുക. യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. സ്തോത്രം. പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, മഹാപുരോഹിതനോ ആമേൻ പരീശനോ ശാസ്ത്രിയോ പ്രഭുക്കന്മാരോ ഒറ്റ ഒരെണ്ണം നിന്നില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യപ്രകൃതിയാണോ പാപത്തിന് അടിമയാ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ, മാനവ സമൂഹത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അവന്റെ പാപക്കടത്തെ എഴുതി തള്ളാനാ എൻ്റെ കർത്താവ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. കാൽവറിയിൽ തകർക്കപ്പെട്ടത് അവിടുത്തെ രക്തം, അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി, മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരം. എന്താ ഹാബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത? വയലിൽ കിടന്ന് നിലവിളിക്കുക, പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുന്നു. എൻ്റെ സഹോദരൻ എന്നെ കൊന്നുകളഞ്ഞു, പ്രതികാരത്തിന് വേണ്ടി രക്തം നിലവിളിക്കുമ്പോൾ കാൽവറിയിൽ തകർക്കപ്പെട്ടവൻ വിളിച്ചു പറയുക, കർത്താവേ പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അവൻ പാപമോചനം നൽകാൻ ഇഹലോകത്തിൽ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനല്ലാതെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പന്തലൊക്കെ ഇട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞൊരു സത്യം നിങ്ങളെ അറിയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ നസ്രായനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ആമേൻ. പാപമോചനം നൽകാൻ അവൻ കരുത്തുള്ള ഒരുവൻ മാത്രം, അത് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. സമയം മുൻപോട്ട് പോകുന്നു. ഞാൻ വേഗത്തിൽ പര്യവസാനിപ്പിക്കാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ രക്തം മനുഷ്യന് നൽകിയ ഒരു കാര്യമാണ് വീണ്ടെടുപ്പ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പ്. ഗാൽ എന്ന് പറയുന്ന പദമാണ് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത്. അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. എന്താ ഈ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്? വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ച് വീണ്ടെടുക്കുക. വെറുതെ അല്ല. അവൻ ഒരിക്കൽ വാങ്ങിച്ചതാ, അതിന് വില കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇനി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമതതിനെ തിരികെ പ്രാപിക്കണമെങ്കിൽ, പഴയ നിയമത്തിന്റെ ഭാഷ ഉദ്ധാരണദ്രവ്യം. ഈ ആദ്യം കൊടുത്ത വിലയേക്കാൾ കൂടുതൽ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കണമെങ്കിൽ ആദ്യം കൊടുത്ത വിലയേക്കാൾ കൂടുതൽ കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലൊരപ്പൻ, നിങ്ങൾക്കറിയാമായിരിക്കാം, ഒരിക്കലൊരപ്പൻ തൻ്റെ മകന് മനോഹരമായ ഒരു കപ്പലുണ്ടാക്കി കൊടുത്തു. തടി കൊണ്ട് മനോഹരമായ ഒരു കപ്പലുണ്ടാക്കി കൊടുത്ത് അതിനെ പേര് കൊത്തി ആ മകന് കൊടുത്തു. ആ കപ്പലിനകത്ത് ചെറിയൊരു കപ്പൽ, ഈ ചെറിയ വെള്ളമുള്ള ഭാഗത്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പൽ ഉണ്ടാക്കി കൊടുത്തു, പേരൊക്കെ കൊത്തി കൊടുത്തു. ഒരു ദിവസം അപ്പനും മകനും പറഞ്ഞു, നമുക്ക് ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാം. അവിടേക്ക് പോയി അവിടെ കൊണ്ടുപോയി ഈ ബോട്ട്, ഈ ചെറിയ കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഇതങ്ങ് ഒഴുകിപ്പോയി. തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. മാസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, ഈ കാര്യം മറന്നുപോയി. ഒരിക്കൽ ഈ അപ്പനും മകനും എന്ത് ചെയ്തു? ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. അവർ ബീച്ചിലേക്ക് പോയി, അപ്പനും മകനും ബീച്ചിലേക്ക് പോയി. ആ
വിനോദത്തിന് വേണ്ടി പോയതാ. അപ്പോൾ മകൻ അവിടെ ഉള്ള കടകളിലൊക്കെ ഒന്ന് സഞ്ചരിക്കാനിടയായി തീർന്നു. ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ അവൻ്റെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോഴാ പ്രൈസ് ഗോഡ് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവൻ്റെ പേര് കൊത്തിവെച്ച അവൻ്റെ കപ്പൽ ആ കടയിലിരിക്കുന്നു. ആ ചെറിയ ബോട്ടേ അവൻ്റെ സ്വന്തമായിരിക്കുന്ന ആ ബോട്ട് ആ കടയിലിരിക്കുന്നു. അവൻ ചാടി ആ ബോട്ടിനെ എടുത്തു. കടക്കാരൻ വന്ന് ചോദിച്ചു, മോനിത് വേണോ? ആ വേണം. വേണമെന്നല്ല, ഇത് എൻ്റെയാന്ന് പറഞ്ഞു. കടക്കാരൻ പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്ക്, ഇതെൻ്റെയാ, ഇത് ഇവിടുത്തെ വകയാ, ഈ കടയ്ക്കകത്തിരുന്നതാ, ഇത് നിന്റെ എങ്ങനെയാകും? അവൻ കരയാൻ തുടങ്ങി. ഇതെൻ്റെ അപ്പൻ എനിക്കുണ്ടാക്കി തന്നതാ. ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ ഇതെനിക്കുണ്ടാക്കി തന്നതാ. സമ്മതിച്ചില്ല, കരയാൻ തുടങ്ങി. അപ്പൻ വന്നു. അപ്പൻ വന്നിട്ട് കടക്കാരനോട് കാര്യം പറഞ്ഞു. ശരിയാ, ഞാൻ അവൻ ഉണ്ടാക്കി കൊടുത്തതാ, അത് ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. കടക്കാരൻ ഒരു കാര്യം പറഞ്ഞു, ഇത് നിങ്ങളുടെ ആയിരിക്കാം ഒരിക്കൽ, പക്ഷേ ഇതിപ്പം എൻ്റെയാ. ഇത് നിങ്ങൾക്ക് തിരികെ വാങ്ങണമെങ്കിൽ ഞാൻ പറയുന്ന പൈസ തരണം. പ്രൈസ് ഗോഡ്, ആമേൻ. ഒരിക്കൽ അവൻ്റെ ആയിരുന്നു, അത് നഷ്ടപ്പെട്ടു. തിരികെ വാങ്ങിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞ സാമ്പത്തികം കൊടുത്തിട്ട് അത് വാങ്ങുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ വകയായിരുന്ന മനുഷ്യൻ പാപത്തിനടിമപ്പെട്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ പരിശുദ്ധനായ ദൈവം വീണ്ടെടുപ്പ് വില കൊടുത്തു. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ അവൻ അതിന് പറയുന്ന പേരാ റാൻസം, മറുവില. പ്രൈസ് ദി ലോർഡ്. മറുവില കൊടുത്ത്, ഹല്ലേലൂയ, ആമേൻ. മറുവില കൊടുത്തത് കർത്താവിൻ്റെ രക്തമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൈവജനത്തോട് വിളിച്ചു പറയുന്നു. എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക, തൻ്റെ രക്തം കമേൻ പിതാവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ചു. സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് തൻ്റെ രക്തം പിതാവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ചിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നത്, വീണ്ടെടുത്തത്. ഇന്ന് രാത്രി വീണ്ടെടുപ്പ് വില, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പുതിയ യെരൂശലേമിനേക്കാൾ വിലയേറിയതാകട്ടോ. ഇന്ന് രാത്രി വീണ്ടെടുപ്പിൻ്റെ വില ഈ ലോകത്തേക്കാൾ വിലയേറിയതാകട്ടോ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. വീണ്ടെടുത്ത് എൻ്റെ കർത്താവിൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ഇതിനകത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആമേൻ കിട്ടാകുന്ന ശബ്ദത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആമേൻ. പരിശുദ്ധനായ ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്ന് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ആമേൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം ആമേൻ നീതീകരണം പരിശുദ്ധനായ ദൈവം മാനവ മനുഷ്യന് നൽകി തരുവാനിടയായി തീർന്നു. പൗരാണിക ഭക്തനായ യോബ് ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആമേൻ, മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുമോ? എങ്ങനെ നീതീകരിക്കപ്പെടാൻ കഴിയും? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാവ് പറഞ്ഞു, സകല സാക്ഷികളുമായിട്ട് ഒന്നിച്ചുകൂടി വന്നാലും നീതീകരണം നടക്കത്തില്ല. കാരണം റോമാലേഖനം 1-ാം അധ്യായം തൊട്ട് 3-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ മനുഷ്യത്തെ പാപത്തിൻ്റെ പ്രകൃതി, മനുഷ്യൻ്റെ പാപ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ നീതീകരിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സിനഗോഗിനകത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു സമ്മേളനം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവായ ദൈവം ഒരു ആമേൻ ഉപമ പോലെ ഞാനങ്ങ് പറയുക. ആമേൻ. ദൈവം ജഡ്ജി, ആമേൻ. 2 വക്കീലന്മാർ നിൽക്കുന്നു. ഒന്ന് ദൈവസ്നേഹം, ഒന്ന് ദൈവനീതി. ദൈവനീതി ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, മനുഷ്യൻ പാപിയ, നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സിനഗോഗിൽ പറയുകയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീതിമാനെ ഒരുവനെ പോലും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമില്ല എന്ന് മൂഢന്മാർ പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 1-ാം അധ്യായം ആമേൻ അതിൻ്റെ 32 മുതൽ വേദഭാഗം പഠിച്ചു വരുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് കാണാം. നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവസ്നേഹം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ കൊടുക്കും, വിട്ടുകൊടുക്കും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നിന്നെ തള്ളിക്കളയും? ദൈവ സ്നേഹം പറയുകയാ.
സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എഫ്രൈമേ, നീ എൻ്റെ വത്സലപുത്രൻ. ഇന്ന് രാത്രി വിളിച്ചു പറയുക, ദൈവസ്നേഹം ഒരു വശത്ത് നിൽക്കുന്നു, ദൈവനീതി ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കോടതി ഒരു വിധി വിധിച്ചു. അതാ പുത്രൻ തമ്പുരാന്റെ ക്രൂശീകരണം. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവനീതി പറഞ്ഞു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടണമെന്ന്, നീതിമാൻ ആരുമില്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവസ്നേഹം ആമേൻ വിളിച്ചു പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ കോടതി വിധിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പുത്രൻ തമ്പുരാന്റെ ക്രൂശീകരണം മൂലം ഈ മനുഷ്യന് നീതീകരണം കൊടുക്കണം. ഇന്ന് രാത്രി നീതീകരണം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം മനുഷ്യനെ നീതീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്കാം. ഇന്ന് രാത്രി ഈ അവസാന ദിവസം ഹല്ലേലൂയ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ പന്തലിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ, ഈ ദേശത്ത് ചലിച്ചു കൊണ്ടിരിക്കുകയാ. യേശുവിനെ നമ്മൾ ഉയർത്തുകയാ. യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ആമേൻ വീണ്ടെടുപ്പ് നൽകി. യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നിരപ്പ് നൽകുവാനിടയായി തീർന്നു. ക്രിസ്തുവിന്റെ രക്തം മൂലം പാപമോചനം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തം മൂലം പ്രൈസ് ദി ലോർഡ് നീതീകരണം മാനവ മനുഷ്യന് നൽകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ ദേശമേ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ രക്തത്തെ അവഗണിച്ചവരുടെ അവസ്ഥ ഒന്ന് യൂദാ. പ്രൈസ് ദി ലോർഡ്. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും നരകത്തിന്റെ ഭിത്തിയിൽ അവന്റെ കരച്ചിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാ. പീലാത്തോസ് കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. കൈ കഴുകി എങ്ങോ പോയി മരിക്കുവാനിടയായി തീർന്നു. ഈ രക്തത്തെ അവഗണിക്കല്ലേ. കറുകടത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മെ നീതീകരിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ ശുദ്ധീകരിച്ച, ആമേൻ, നമുക്ക് നീതീകരണം നൽകി തന്ന, നമുക്ക് നിരപ്പ് നൽകി തന്ന ഈ രക്തത്തെ അവഗണിക്കല്ലേ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ഈ രക്തത്തെ അവഗണിച്ചവരുടെ അവസ്ഥ അവസാനം അതിദാരുണമായിരുന്നു. ഇന്ന് രാത്രി കറുകടം ദേശത്തോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇന്നുവരെ യേശുവിനെ നിങ്ങൾക്കറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്തുവാണ് വീണ്ടെടുപ്പുകാരൻ എന്ന് നിങ്ങൾക്കറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്തുവാണ് പാപത്തിൻ്റെ വിമോചകനെന്ന് നിങ്ങൾക്കറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതാ ഒരു സാധ്യത. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് 5 പൈസ നയ പൈസ ചിലവില്ലാതെ ഹൃദയം ദൈവത്തിങ്കിലേക്കൊന്ന് പകർന്നാ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ നാമമേ ഉള്ളൂ, ഞങ്ങൾ ഉയർത്തുന്ന നസ്രായന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങൾ വീടിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ, റോഡുകളിൽ നിൽക്കുന്നതെങ്കിൽ, ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് വരെ അങ്ങേ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയത്തെ, ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇന്ന് രാത്രികാലം ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരികയാ. ദൈവ സാന്നിധ്യം പകർന്നിരിക്കാൻ നന്ദി. ദേശത്ത് പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദേശത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, മഹത്വം തിരുമേനി എടുക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ.